വാഴ 2 ചുമ്മാ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 22K പെർ ഹവർ ഇൻ BMS. ഒന്ന് ആലോചിച്ച് നോക്കണേ, 22,000 ടിക്കറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോ വഴി മാത്രം വിറ്റുപോയൊക്കെയാണ്. ആ ലെവൽ തൂക്കിയടി. സ്കൈ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഇതാണ് പീക്ക് ലെവൽ അടിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ദിവസം തന്നെ ഹിറ്റ് സ്റ്റാറ്റസ് നേടി രണ്ടാമത്തെ ദിവസമായി ഇന്ന് മുതൽ ബ്ലോക്ക് ബസ്റ്ററിലേക്കാണ് പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം മറ്റൊരിടത്ത് ഷാജി പാപ്പാനും ഡ്യൂഡും അറക്കലബും ക്ലാപ്റ്റൻ ക്ലീറ്റസും ഒക്കെ ഇങ്ങനെ തടിക്ക് കൈയും വെച്ച് ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുകയാണ്. ആ അവസ്ഥയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യം ആ സിനിമ നമുക്കറിയാം, ഒരു ഹ്യൂജ് ബഡ്ജറ്റ് 60 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയാണ്. 80-85% റിക്കവറി മാത്രമേ തിയേറ്ററിക്കൽ റവന്യൂവിൽ നിന്ന് നടന്നിട്ടുള്ളൂ. ഹിറ്റ് സ്റ്റാറ്റസ് പോലും നേടിയിട്ടില്ല മക്കളെ ആട് 3 എന്ന് പറയുന്ന പടം. അതിനി ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. വാഴ 2 ഗെറ്റിംഗ് ഹ്യൂജ് എക്സ്ട്രീംലി പോസിറ്റീവ് റിവ്യൂസ് ഫ്രം എവരിവെയർ. എല്ലായിടം ഓൾ ഏരിയയും വാഴ 2 കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആട് 3 ഈ വീക്കെൻഡോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ 50 കോടി കയറേണ്ടതായിരുന്നു. അതിന് റിലീസായ അന്ന് മുതൽ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. ഇപ്പം വാഴ 2 ഒരു വലിയ തടസ്സമായിട്ട് വന്നിട്ടുണ്ട്. ഹോളിവുഡിൽ നിന്നൊരു തടസ്സമുണ്ട്, ബോളിവുഡിൽ നിന്നൊരു തടസ്സമുണ്ട്, തൊട്ടടുത്ത തമിഴ്നാട് കോളിവുഡിൽ നിന്നും ഒരു തടസ്സമുണ്ട്. ഈ സിനിമകളുടെയൊക്കെ ബോക്സ് ഓഫീസ് അനാലിസിസ് നമുക്ക് നോക്കിയാലോ? പോലെ ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. വാഴ 2വിൻ്റെ റിവ്യൂ എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ചെറിയൊരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വളരെ കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ പടവിടെ ഒരു സംശയവും ഇല്ല കാര്യത്തിൽ. കോമഡി പ്ലസ് ഇമോഷൻ കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചേക്കാണ്. ഫസ്റ്റ് പാർട്ട് ഇവർ സ്വീകരിച്ചേക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, കോമഡിയിൽ നിന്ന് ഇമോഷനിലേക്ക് പോകുന്ന ഒരു പരിപാടി. ആ സംഭവം തന്നെയാണ്, ആ പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് പിടിച്ചേക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാൾ കൂടുതലായിട്ട് കണക്റ്റായി, വർക്കൗട്ടായി. അത് 100% എനിക്ക് ശരിക്കും വർക്കായത് ഈ സിനിമയാണ്. ഇതിനകത്ത് ബ്രദേഴ്സ് തമ്മിലുള്ള കണക്ഷൻ ആയിക്കോട്ടെ, അച്ഛൻ മകൻ കോംബോ ആയിക്കോട്ടെ, സിസ്റ്റർ ബ്രദർ ആ ഒരു കണക്ഷൻ ആയിക്കോട്ടെ, അതെല്ലാം വളരെ പെർഫെക്റ്റും നൈസും ആയിരുന്നു. ആക്ട് ചെയ്തേക്കുന്ന ഹാഷിർ ആൻഡ് ഗ്യാങ്, നമുക്കറിയാം ഹാഷിർ, അജിൻ, അലൻ, വിനായക് മിനി സ്ക്രീനിൽ, അതായത് നമ്മുടെ 4-5 സ്ക്രീനിൽ മൊബൈലിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വൻ താരങ്ങളായിട്ട് മാറിയ ആളുകളാണ്. അവരൊക്കെ ബിഗ് സ്ക്രീനിലേക്ക് വരാൻ നേരത്ത് ചുമ്മാ തീയാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടാതെ ബിജുക്കുട്ടൻ, വിജയ് ബാബു, നമ്മുടെ സുധീഷ്, ഇവരെല്ലാം നൈസ് പെർഫോമൻസ് ആണ്. കുറഞ്ഞ സ്ക്രീൻ ടൈമിൽ വന്ന് കത്തിച്ചേക്കുന്നത് അൽഫോൺസ് പുത്രനാണ്. പുള്ളി വന്ന സീൻസൊക്കെ നൈസ് ആയിരുന്നു. ഇനി ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡും വളരെ മനോഹരമാണ്. എഡിറ്റിങ്, അതുപോലെ തന്നെ എഡിറ്റിംഗ് ഒന്നും അറിയാൻ പാടില്ലാത്തവർ പറയരുതെന്നാണ് ലാലേട്ടൻ പറഞ്ഞേക്കുന്നത്, എങ്കിലും ഞാൻ പറയും. എഡിറ്റിങ്, അതുപോലെ തന്നെ BGM, മ്യൂസിക്, DOP, ക്യാമറ വർക്ക്സ് എല്ലാം നൈസായിരുന്നു. ടോട്ടലി പറയുകയാണെങ്കിൽ ഹാഷിർ ആൻഡ് ടീം അവരുടെ അരങ്ങേറ്റം, ബിഗ് സ്ക്രീനിലേക്കുള്ള ആ ഒരു അരങ്ങേറ്റം, വാഴ ഫസ്റ്റിൽ ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ചുമ്മാ തകർത്തിട്ടുണ്ടെന്നല്ല, ചുമ്മാ തീർപ്പിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. തീ പരിപാടിയായിരുന്നു. ഈ സിനിമ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് 10 കോടി കൂടുതൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. സെക്കൻഡ് ഡേ മുതൽ സൂപ്പർ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ, അങ്ങനെ പോകേണ്ട സിനിമ. ഇതേ സമയം അപ്പുറത്ത് ആട് 3 എന്ന് പറഞ്ഞ സിനിമ, നമുക്കറിയാം 100 കോടി അടിച്ച് ബോക്സ് ഓഫീസിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനലും ഈ സിനിമ ഫൈനൽ റണ്ണിൽ തൂക്കാനാണ് നിലവിൽ സാധ്യതയുള്ളത്. ആട് 3യിലേക്ക് വരികയാണെങ്കിൽ ആട് 3 റിലീസായ അന്ന് മുതൽ ആ സിനിമയ്ക്ക് കോമ്പറ്റീഷനായിട്ട് എതിരാളി അപ്പുറത്ത് ഓരോന്നായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വാഴ 2 നല്ലൊരു എതിരാളിയായിട്ട് മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ആട് 3 നിലവിൽ 50 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അടിച്ചിട്ടില്ല. ഈ വീക്കെൻഡോട് കൂടി അടിക്കാൻ സാധ്യതയുണ്ട്. വേൾഡ് വൈഡ് 115 കോടിയും ഓവർസീസ് 60 കോടിയാണ് ഇതുവരെ കളക്ഷനായിട്ട് വന്നേക്കുന്നത്. ആ സിനിമയെ സംബന്ധിച്ച് അതൊരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഒന്നും ഇനി സ്വപ്നം പോലും കാണണ്ട. സർവമായ നേടിയ 150 കോടിക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ അതുപോലും എത്താൻ പോണില്ല. ആ രീതിയിലാണ് നിൽക്കുന്നത്. ദുരന്തർ 2 ഒരുമിച്ച് റിലീസായ സിനിമയാണ് ആട് 3. അന്ന് ദുരന്തർ 2ഉം ആട് 3യും റിലീസാകാൻ നേരത്ത് ദുരന്തറിൻ്റെ കേരള റിലീസും ആടിനെ ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് ഇറങ്ങിയായിരുന്നു. ഇത് ആടാണ്, ഇത് കേരള ബോക്സ് ഓഫീസാണ്, ദുരന്തറിനൊന്നും ഒരു റോളില്ലാന്ന്. ദുരന്തർ 2ന് നല്ല റോളുണ്ടോ ഇവിടെ. ദുരന്തർ 2 20 കോടി ആദ്യമായിട്ടൊരു ബോളിവുഡ് സിനിമ ഇവിടെ നിന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അടിക്കാൻ പോകുകയാണ്. അത് ദുരന്തർ 2 ആണ്. ഇതിനു മുമ്പ് ഹയസ്റ്റ് ഗ്രോസറായിട്ടിരുന്ന ജവാൻ 13 കോടിയേ ഉള്ളൂ. ഇപ്പം ഹയസ്റ്റ് ബോളിവുഡ് ഗ്രോസർ ഇൻ KBO, കേരള ബോക്സ് ഓഫീസ്, അത് ദുരന്തർ 2 ആണ്. വേൾഡ് വൈഡ് 1500 കോടി 15 ദിവസം കൊണ്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1122 കോടി ഇന്ത്യയിൽ നിന്നും, ഓവർസീസ് 370-350 കോടിയും, അങ്ങനെ 1500 കോടി ടച്ച് ചെയ്ത് ദുരന്തർ 2 ഇങ്ങനെ 2000 കോടിയിലേക്കുള്ള കുതിപ്പ് തുടങ്ങിയൊക്കെയാണ്. കേരള ബോക്സ് ഓഫീസിൽ ആട് 3ക്ക് ദുരന്തർ റിലീസായ അന്ന് മുതൽ ഒരു കോമ്പറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാര്യം ആട് 3ക്ക് ഒരു മിക്സഡ് ടു പോസിറ്റീവ് റെസ്പോൺസാണ് വന്നത്. ഫുള്ളി പോസിറ്റീവ് അല്ല. ക്രിട്ടിക്സിൽ നിന്നൊക്കെ കുറേ നല്ല റിവ്യൂസ് വന്നിട്ടുണ്ട്. പക്ഷേ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൽ ടോട്ടലി മിക്സഡ് ആയിരുന്നടെ. അപ്പം അതുകൊണ്ട് തന്നെ ദുരന്തർ 2 ഹെവി പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്.
ഒരുപാട് പേര് ആട് 2 കാണണ്ട, ആട് 3 കാണണ്ടെന്ന് വെച്ച് ദുരന്തറിലേക്ക് പോയിട്ടുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദുരന്തർ വഴി ഇരിക്കട്ടെ, ദുരന്തർ മുന്നേറിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കോളിവുഡിൽ നിന്ന് തൊട്ടപ്പുറത്തെ തമിഴ് ലാംഗ്വേജ് ആണ്, അവിടെ യൂത്ത് എന്ന് പറഞ്ഞ സിനിമ കെൻ കരുണാസിൻ്റെ പടമാണത്. വേൾഡ് വൈഡ് 60 കോടി കളക്ട് ചെയ്തു. കെൻ കരുണാസ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത്, അവൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന പടം സ്വയമായി ഡയറക്റ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ പയ്യൻ ഇവിടെ കേരളത്തിൽ എത്ര പേർക്ക് അറിയാം. അത് 1.5 കോടിക്ക് അടുത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത്. അത് ചെറിയൊരു ഫിഗറാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ആ പടത്തിൻ്റെ ആ ഒരു ലെവൽ വെച്ച് കെൻ കരുണാസിനെ ഞാൻ പറഞ്ഞില്ലേ, ആർക്കും ഇവിടെ അറിയത്തില്ല. അങ്ങനെ ഒരു പയ്യൻ്റെ പടം കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് 1.5 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആ ഒരു കൊച്ചു ചിത്രം അടിച്ചെങ്കിൽ അത് വളരെ വലിയൊരു വിജയമാണ് കേരളത്തിൽ ഉൾപ്പെടെ. ഇനി നമുക്ക് ഹോളിവുഡിൽ നിന്ന് അവിടെ നിന്ന് പോലും ഇപ്പോൾ ആടിനൊരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്. ആടിനെന്നല്ല, ടോട്ടലി നല്ല സിനിമകൾ കൊണ്ട് ഇപ്പം മൊത്തം തിയേറ്ററുകൾ നിറഞ്ഞിരിക്കുകയാണ്. പ്രൊജക്ട് ഹെയിൽ മേരി ഇപ്പോൾ ഏകദേശം 300 മില്യന് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത് മുന്നോറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ്. ഇന്ത്യയിൽ നിന്ന് 30 കോടിക്ക് അടുത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും നല്ല റെസ്പോൺസിൽ നല്ല സ്റ്റഡി കളക്ഷനോടുകൂടി, ലിമിറ്റഡ് റിലീസാണ്, സ്റ്റഡി കളക്ഷനോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ടോട്ടലി ആട് 3യെ 50 കോടി കേരള ബോക്സ് ഓഫീസിൽ അടിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആട് 3 ആ ഒരു നേട്ടം സ്വന്തമാക്കിയാൽ സന്തോഷം. കാര്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന 200 കോടി ടച്ച് ചെയ്യുമെന്നാണ്, അതിലേക്ക് എത്തൂല. വാഴ 2വിനെ സംബന്ധിച്ച് വാഴ 2 അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഫൈനൽ കളക്ഷൻ 40 കോടിക്ക് അടുത്താണ്. 5 കോടിക്ക് താഴെ ബഡ്ജറ്റ് വന്ന പടമാണ് ഫസ്റ്റ് പാർട്ട്. 38 കോടി ഫൈനൽ കളക്ഷൻ ഉണ്ട്. അത് വീക്കെൻഡ് കൊണ്ട് തൂത്തെറിഞ്ഞ് മുന്നേറും, ഒരു സംശയമില്ല. വാഴ 2 ആട് 3യുടെ ഫൈനൽ കളക്ഷൻ ബ്രേക്ക് ചെയ്യും. 150 കോടി വാഴ 2 ഈ ഒരു ട്രെൻഡ് വെച്ച് ടച്ച് ചെയ്യുമെന്നാണ് തോന്നുന്നത്. വെക്കേഷൻ സീസണാണ്, ഹ്യൂജ് പോസിറ്റീവാണ്. ഫാമിലിയായിട്ട് എല്ലാവരും പോയി കാണുക. ഇതിൽ നിങ്ങൾ വാഴ 2 കണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ ഇടുക. ആട് 3 കണ്ടെങ്കിൽ നിങ്ങൾ ഇടുക. യൂത്ത് കണ്ടെങ്കിൽ നിങ്ങൾ ഇടുക. പ്രൊജക്ട് ഹെയിൽ മേരി കണ്ടെങ്കിൽ ഇടുക. ദുരന്തർ 2 കണ്ടിട്ടുണ്ടാകും, കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുപരി കാര്യം കൂടി പറയാം, നമ്മുടെ നിവിൻ അച്ചായൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗർഭം കലക്കി ഗുണ്ട് പൊട്ടിച്ചായിരുന്നു. അതായിരുന്നു പടം പ്രതിച്ഛായ. ഏകദേശം വേൾഡ് വൈഡ് 8 ദിവസം കൊണ്ട് 8 കോടിക്ക് അടുത്ത് 7 സംതിങ് കളക്ഷൻ വന്നിട്ടുണ്ട്. ആ പടം ഡിസാസ്റ്ററാണ്, ദുരന്തമാണ്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. സർവ്വമായയ്ക്ക് ശേഷം തിരിച്ചു വന്നു എന്ന് വിചാരിച്ച അച്ചായൻ ബേബി ഗേളിലൂടെയും ഈ പ്രതിച്ഛായയിലൂടെയൊക്കെ വന്ന വഴി തന്നെ തിരിച്ച് ഇരട്ടി സ്പീഡിൽ പുറകോട്ട് പോയിട്ടുണ്ട്. ഇനി പുള്ളി അടുത്ത തിരിച്ചുവരവ് എന്തെങ്കിലുമൊക്കെ നടത്തട്ടെ. ബൈ ബൈ.